നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11 മുതൽ 18 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഗലാത്യ ലേഖനത്തിന്റെ ഏറ്റവും അവസാനത്തെ സെഷനാണ്, 16-ാമത്തെ സെഷനാണ്. ഇതുവരെയും നിങ്ങൾ ഈ ബൈബിൾ സ്റ്റഡിയിൽ എന്നോട് കൂടെ ദൈവവചനം പഠിക്കുവാനായിട്ട് വന്നതിലുള്ളതായിരിക്കുന്ന പ്രത്യേകമായ സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് ഈ വചന പഠനത്തിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നൽകിയ ഭാഗ്യകരമായ അവസ്ഥയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരോടുള്ളതായിരിക്കുന്ന നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 2 തരത്തിൽപ്പെട്ട 2 മാർഗങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ചിന്തയാണ്. പലപ്പോഴും പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ കാണാത്ത തരത്തിലുള്ളതായിരിക്കുന്ന ഒരു കൺക്ലൂഷനാണ് ഗലാത്യ ലേഖനത്തിൻ്റെത്. മറ്റ് ലേഖനങ്ങളുടെ ഒക്കെ ഒരു പൊതുവായ പ്രത്യേകത എന്താ? പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ അവസാനത്തെ അധ്യായത്തിൽ അവസാനത്തെ വാക്യങ്ങളിൽ പ്രത്യേകമായിട്ട് വരുന്നൊരു കാര്യമുണ്ട്. എന്താണ്? വന്ദനം. തിഹിക്കോസ് നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. എന്റെ പ്രിയനായ അക്വിലാവ്, പ്രിസ്കില്ല, അല്ലേ? ഇങ്ങനെ കുറെ പേരുടെ പേരുകളാണ് മിക്കവാറും പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ അവസാനത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ അങ്ങനെ ഒരു കാര്യം കാണാനേ ഇല്ല. ആദ്യത്തെ അധ്യായത്തിൽ എന്റെ കൂട്ടുവേലക്കാരൻ ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. ഇതാരായി? ഞാൻ അപ്പോസ്തലനായ പൗലോസും കൂട്ടുവേലക്കാരും. അങ്ങനെയാണ് 1-2 വാക്യങ്ങളിൽ വായിക്കുന്നത്. അവസാന അധ്യായത്തിലേക്ക് വരുമ്പോഴും കൂട്ടുവേലക്കാരുടെ ഒന്നും പേരുകളും അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. വളരെ വ്യത്യസ്തമായ, ഒരു പരിധി വരെ പറഞ്ഞാൽ പൗലോസ് ഇതെങ്ങനെയും ഈ ലേഖനം ഒന്ന് അവിടെ എത്തിച്ച് ഇതിനകത്തെ സന്ദേശം ഈ ഗലാത്യയിലെ സഭകളെ പെട്ടെന്ന് അറിയിക്കണം. ഒരല്പം പോലും പ്രാധാന്യം കുറഞ്ഞ ഒരു വരിയോ ഒരു വാക്കോ തന്റെ ലേഖനത്തിൽ ഉണ്ടാകരുത്. ഇല്ല, നമ്മൾ ഈ വന്ദനം എന്ന് പറയുമ്പോൾ വായിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് വായിക്കില്ല, അല്ലേ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിന്റെ വംശാവലി നമ്മൾ ഇരുത്തി വായിക്കുക. നമ്മുടെ പൊതുവെയുള്ള സ്വഭാവം 1-ാം അധ്യായത്തിന്റെ ആ ജനനം ജനിപ്പിച്ചു കഴിഞ്ഞുള്ളതേ നമ്മൾ വായിക്കുള്ളൂ. എന്നതുപോലെ പലപ്പോഴും പൗലോസിന്റെ ലേഖനങ്ങളിൽ, പ്രത്യേകിച്ച് റോമാലേഖനം 16-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ പേര് വായിക്കുന്നു. ഇതിപ്പോ എന്നാ കുറെ പേരുടെ പേര് അങ്ങനെ വായിച്ച് നമ്മൾ വിടാറുണ്ട്. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ നമ്മുടെ കണ്ണിൽ പ്രാധാന്യപ്പെടുക, ദൈവത്തിന്റെ കണ്ണിൽ ഒരു വാക്കും പ്രാധാന്യപ്പെടുന്നതല്ല കേട്ടോ. ദൈവവചനത്തിൽ ഒരു വരി പോലും പ്രാധാന്യം കുറഞ്ഞതില്ല. പക്ഷെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ലേഖനത്തിൽ കാണാനില്ല. നേരിട്ട് അവസാനത്തെ വാക്ക് വരെയും വളരെ പ്രാധാന്യത്തോടെ, ഗൗരവത്തോടെയാണ് ഈ ലേഖനം എഴുതപ്പെട്ടത്. നമുക്കതുകൊണ്ട് ആദ്യം ഈ വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നോക്കുവിൻ. എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേയുള്ളൂ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 15-ാം വാക്യം. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കഴിഞ്ഞതല്ലോ.
ആമേൻ പറഞ്ഞത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തന്റെ എല്ലാ ലേഖനങ്ങളിലും ഉള്ളതുപോലെ അവസാനത്തെ വരി മാത്രമാണ് ഒരു പൊതുവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗം അതീവ ഗൗരവത്തോടെയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ വേദഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ തലമുറകളും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ആത്മീക അപകടം ക്രൂശിന്റെ മാർഗത്തെ ഉപേക്ഷിച്ചിട്ട് ആചാരങ്ങളുടെ വഴിയിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ്. ക്രൂശിന്റെ മാർഗത്തെ വിട്ടുകളഞ്ഞിട്ട് ആചാരങ്ങളുടെ വഴിയിലേക്ക് തിരിയും. എന്താണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം? കുറെ നാളൊക്കെ നല്ല ആത്മീയതയായിരുന്നു, നല്ല പ്രാർത്ഥനയായിരുന്നു, നല്ല ഭക്തിയായിരുന്നു, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സേവിച്ചു. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതം അലസമായി കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എളുപ്പമുള്ള വഴി തെരഞ്ഞെടുക്കും. ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ വഴി തെരഞ്ഞെടുക്കും. ഇത് എല്ലാ തലമുറകളിലും ഉള്ളതാണ്. ഇതേ അപകടമാണ് ഗലാത്യയിലെ സഭയും കടന്നു വന്നത്. നമ്മൾ നേരത്തെ ചിന്തിച്ചു, 4-ാം അധ്യായത്തിൽ പൗലോസ് അവരെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തും ത്യാഗം സഹിക്കാൻ തയ്യാറുന്നു. പക്ഷെ ഇപ്പൊ എന്ത് വെച്ചു? ഒരു ആത്മീകമായ പിന്മാറ്റം. ആ പിന്മാറ്റത്തെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഈ ചില വാക്കുകൾ, സമാപന വാക്കുകൾ കുറിക്കുന്നത്. ഇവിടെ രണ്ട് മാർഗങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന, അതായത് ആചാര അനുഷ്ഠാനങ്ങളുടെ മാർഗവും യഥാർത്ഥ ക്രൂശിന്റെ മാർഗവും തമ്മിലുള്ളതായ ഒരു താരതമ്യമാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടുത്തെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ വേദഭാഗത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു അതിപ്രധാനമായ ചോദ്യം, നിങ്ങൾ ആരുടെ കയ്യടിയാണ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. Whose applause are we seeking? നമുക്ക് ആരുടെ കയ്യടിയാ വേണ്ടത്? നമ്മെ കാണുമ്പോൾ ദൈവം പ്രസാദിക്കണമോ? നമ്മെ കാണുമ്പോൾ മനുഷ്യന് സന്തോഷമാകണം? ഈ ഒരു ചോദ്യമാണ് ഈ വേദഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത് അവസാനം അല്ലേ, ഉപസംഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ടുകളിലൊക്കെ എഴുതുന്ന വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ വർഷത്തെ റിപ്പോർട്ടിലും ഒരേ വാക്യം, ഒരേ വാചകങ്ങളായി. കാരണം അത് കഴിഞ്ഞ വർഷം എഴുതി നോക്കി അത് തന്നെ ഇപ്പുറത്ത്. ഇവിടെ പൗലോസ് അങ്ങനെ അല്ല എഴുതിയത്. കാഷ്വൽ ആയിട്ട് ചില വരികൾ എഴുതി അവസാനിപ്പിക്കുകയല്ല, വളരെ ആവേശത്തോടെ, വളരെ ഉത്സാഹത്തോടെ, വളരെ തീഷ്ണതയോടെ പൗലോസ് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന, കാൽവരി ക്രൂശിങ്കലേക്ക് വിരൽ ചൂണ്ടുന്നതായിരിക്കുന്ന സമാപന വാക്കുകളാണ് ഈ ഗലാത്യ ലേഖനത്തിന്റെ അവസാനത്തെ വാക്കുകളിൽ കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഇനി അതിനകത്ത് ഓരോ വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആദ്യത്തെയും അവസാനത്തെയും വാക്യങ്ങൾ, അതായത് 11-ാമത്തെയും 18-ാമത്തെയും വാക്യങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് ആണ് പറയുന്നത്. 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം, നോക്കുവിൻ, ഞാൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ഒരു ശൈലി എന്താണെന്ന് ചോദിച്ചാൽ, ഈ എല്ലാ ലേഖനവും പൗലോസ് ഒരു സെക്രട്ടറിനെ വെച്ചാണ് എഴുതിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, വേറൊരാളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന വെച്ചാൽ അവസാനത്തെ ഈ അധ്യായമോ അവസാനത്തെ പാരഗ്രാഫോ ഒക്കെ എഴുതുമ്പോൾ പൗലോസ് സ്വന്തം കൈകൊണ്ടൊന്ന് എഴുതുന്ന ഒരു പരിപാടിയുണ്ട്. പൗലോസ് ഈ സെക്രട്ടറിനെ കൊണ്ട് ലെറ്റർ എഴുതിച്ചേച്ച് നമുക്ക് സെക്രട്ടറി ഉണ്ടെങ്കിൽ കേട്ടോ, സെക്രട്ടറിനെ കൊണ്ട് എഴുതിച്ചേച്ച് നമ്മൾ അവസാനം അത് വാങ്ങിച്ചേച്ചൊരു ഒപ്പം കിട്ടും അല്ലേ, ഇത് എന്റെ ലെറ്റർ. എഴുതിയത് സെക്രട്ടറിയാ, പക്ഷെ ഒപ്പിട്ടത് ആരാ? നമ്മളാ. എന്നതുപോലെ പൗലോസിന്റെ ഒരു സിഗ്നേച്ചർ ഇടുന്ന പരിപാടിയാണ് ഈ അവസാനത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്, നോക്കുവീൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് എഴുതുന്നു. നോക്കിയേ, 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിൽ ഇത് കാണാൻ പറ്റും. 16:21. 1 കൊരിന്ത്യർ 16:21 എന്താ പറയുന്നത്?
പൗലോസായ ഞാൻ എന്റെ കയ്യാൽ വന്ദനം. അപ്പൊ ഇതുവരെയൊക്കെ ആരുടെ കയ്യായിരുന്നു? സെക്രട്ടറിയുടെ കയ്യായിരുന്നു. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ് എന്റെ കയ്യാൽ വന്ദനം എന്ന്. അത് പറഞ്ഞ് ആ പുസ്തകം തന്നെ അവസാനിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം തന്നെ അവസാനിപ്പിക്കുന്നത് ആ അവസാനത്തെ സിഗ്നേച്ചർ ഇട്ടുകൊണ്ടാണ്, സ്വന്തം കൈവയാൽ വന്ദനം. ഇനി മറ്റൊരു വേദഭാഗം നോക്കിയേ, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത് എന്താ? പൗലോസായ എന്റെ സ്വന്തം കയ്യാലെ വന്ദനം. അവിടെ ഇതേ വാക്കുകൾ വരികയാണ്. അവിടെ വന്നപ്പോ പൗലോസ് എന്റെ സ്വന്തം കൈ, താഴേക്കുള്ള വാക്യത്തിൽ അത് കാണാൻ പറ്റും. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പൗലോസായ എന്റെ കയ്യാൽ വന്ദനം. സകല ലേഖനങ്ങളിലും ഇത് തന്നെ അടയാളം. കണ്ടോ, പൗലോസിന്റെ ലേഖനമാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇതാണ് അടയാളം. ഇതൊരു കോഡ് പോലെ പൗലോസ് ഉപയോഗിക്കുകയാണ്. ഇതില്ലാത്ത ലേഖനം ഏതാ? എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു എബ്രായ ലേഖനം പൗലോസ് അല്ല എഴുതിയത്. കാരണം ഈ ഒരു കോഡ് അവിടെ ഇല്ല. ഏതാ? എന്റെ സ്വന്തം കയ്യാല്. ഞാൻ പറഞ്ഞത് പൗലോസിന്റെ ലേഖനങ്ങളിൽ പൊതുവെ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. സെക്രട്ടറിയെ കൊണ്ട് അതുവരെ എഴുതിച്ചേച്ച് അവസാന ഭാഗം വരുമ്പോ സ്വന്തം കൈ കൊണ്ട് ഒരു 2 വരി കുറിച്ചു വെക്കും. ഇത് ഞാൻ പറഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ വാക്കിലും അവസാനത്തെ ഒരു വാക്യം 2 വാക്യമൊക്കെയാണ് പൗലോസ് സ്വന്തം കൈ കൊണ്ട് എഴുതിയത്. പക്ഷെ ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോ അവസാനം ആ ലേഖനത്തിൽ ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങളെ ഒരിക്കൽ കൂടെ എടുത്ത്, അല്ലെങ്കിൽ ആ ഇതുവരെ പറഞ്ഞ ആശയത്തെ ഒന്നുകൂടി ഒന്ന് കട്ടിക്ക്, നമ്മൾ പറയുമല്ലോ ശരിക്കൊന്ന് ബോൾഡായിട്ട് എഴുതാൻ പറയുമല്ലേ, ഇത് കാണാതെ പോകരുത്. പേനയും കൊണ്ട് എഴുതിയതിന്റെ മേളിൽ കൂടെ നമ്മൾ ഒന്നോടെ എഴുതുന്ന പോലെ പൗലോസ് ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങളെ സ്വന്തം കൈകൊണ്ട് ഇനി ഞാൻ എന്റെ കൈയക്ഷരത്തിൽ അങ്ങ് എഴുതിയേക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് സ്വന്തം കൈപ്പണം എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ പൗലോസ് എഴുതിയതായ ഒരു കാര്യമാണ്. എന്നാൽ ഈ വാക്യത്തെ കുറിച്ച് മറ്റൊരു അഭിപ്രായം കൂടെയുണ്ട്. ഈ ഗലാത്യർ 6:11 ചിലര് പറയുന്നത് ഈ പൗലോസ് വലിയ അക്ഷരമായി അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, വലിയ അക്ഷരമായി എഴുതിയിരിക്കുന്നു. എന്താ ഈ വലിയ അക്ഷരം? പൗലോസിന്റെ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് ഒരു അഭിപ്രായം വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. അതിപ്പോ ഇതുവരെ എഴുതിയത് തൂലുകൊണ്ടായിരിക്കണമല്ലോ. അതായത് 6-10 വരെയുള്ള വാക്യം സെക്രട്ടറി എഴുതിയതും തൂലുകൊണ്ടാണല്ലോ. ഇവിടെ പൗലോസിന്റെ ശരീരത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നു. നമ്മള് 1 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അല്ലേ? വായിക്കുന്നുണ്ടോ? 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു, എ തോൺ ഇൻ ദ ഫ്ലഷ് എന്ന് എഴുതിയിരിക്കുന്നു. ആ ശൂലം പൗലോസ് ഉദ്ദേശിക്കുന്നത് തന്റെ കണ്ണിനുണ്ടായിരുന്ന കാഴ്ച പ്രശ്നമാണെന്നാണ് ഒരു പറ്റം ആളുകളുടെ അഭിപ്രായം. തന്റെ കണ്ണിന് കാഴ്ചക്ക് എന്തോ ഒരു, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ വല്ല തിമിരമോ ഗ്ലൂക്കോമയോ അല്ലേ, കാറ്ററാക്റ്റോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെന്ന് വിചാരിച്ചു. ഒരുപക്ഷെ അതായിരിക്കാം. നമ്മൾ ഈ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്റെ 4:14 എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയെ അത്രേ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുവാൻ എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ശരീര സംബന്ധമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് ഗലാത്യയിലെ സഭ അവരുടെ കണ്ണ് വേണമെങ്കിൽ ചൂഴ്ന്നെടുത്ത് പൗലോസിന് കൊടുക്കാൻ തയ്യാറായിരുന്നു.
അപ്പൊ പൗലോസിന്റെ കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നം കൊണ്ട് പൗലോസ് ഇതിങ്ങനെ സ്വന്തം കയ്യാലെ വലിയ അക്ഷരമായിട്ടാണ് ഈ വരികൾ എഴുതിയത്. അതുകൊണ്ടായിരിക്കാം ഈ ലേഖനം മുഴുവൻ സെക്രട്ടറിയെ വെച്ച്, നമ്മളെ പോലെ എഴുതാൻ മടിയുള്ളത് കൊണ്ടല്ല, പിന്നെ തന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് സെക്രട്ടറിയെ വെച്ച് ലേഖനം എഴുതിക്കും. പിന്നെ അവസാനം ഈ വലിയ അക്ഷരമായിട്ട് പൗലോസ് തന്നെ സ്വന്തം കൈ കൊണ്ട് എഴുതുക. കാരണം എന്താ? കണ്ണിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളത് കൊണ്ട്. ഇതാണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് പഠിക്കുവാനായിട്ട് ഈ 11-ാമത്തെ വാക്യം നമുക്ക് തരുന്ന ഒരു നല്ല ആലോചന. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പഠനത്തിന്റെ പ്രധാന വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, രണ്ട് വഴികൾ തമ്മിൽ, രണ്ട് മാർഗങ്ങൾ തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഈ വേദഭാഗത്ത് പൗലോസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് വഴികൾ? ഒന്ന്, ദ റിലീജിയൻ ഓഫ് ദ ഫ്ലഷ്, ജഡത്തിന്റെ മാർഗവും. രണ്ട്, ക്രൂശിന്റെ മാർഗവും. ഒരു വശത്ത് ജഡത്തിന്റെ മാർഗം, മറുവശത്ത് ക്രൂശിന്റെ മാർഗം. ഞാൻ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആദ്യം ഈ ജഡത്തിന്റെ മാർഗത്തിലൂടെയുള്ള ജീവിതത്തെ കുറിച്ച് ഒന്ന് പറയാം. അതിനുശേഷം പൗലോസ് പഠിപ്പിക്കുന്നത് പോലെ ക്രൂശിന്റെ വഴിയിലൂടെയുള്ള ക്രിസ്തീയ ജീവിതം, അതിനെക്കുറിച്ചും. ഇത് തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഇന്നത്തെ പഠനത്തിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത്, ജഡത്തിന്റെ മാർഗത്തിൽ ജീവിക്കുമ്പോൾ 4 അടയാളങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ 4 മാർക്സ്, സവിശേഷതകൾ, അല്ലെ? മാർക്സ് എന്ന് പറഞ്ഞ അടയാളമാണ്. ഈ ജഡത്തിന്റെ മാർഗത്തിലുള്ള ജീവിതത്തെ സൂചിപ്പിക്കുന്ന 4 അടയാളങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, the religion that avoids suffering. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ജഡത്തിന്റെ മാർഗത്തിലുള്ള ജീവിതത്തിൽ കഷ്ടത വരുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. ആണോ അല്ലയോ? ജഡത്തിന്റെ മാർഗത്തിലുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ആളുകൾ, അവര് കഷ്ടത വരുന്നതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കും. നോക്കിയേ, 12-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർ ഒക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. ഗലാത്യ സഭയിൽ ഉണ്ടായ പ്രശ്നം എന്താ? ഒരു പറ്റം ആളുകൾ, പരിച്ഛേദനക്കാർ വന്നിട്ട് പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിച്ചത്? പരിച്ഛേദനയേക്കണം. എന്തിനാണ് ഇവരിങ്ങനെ പരിച്ഛേദന ഏറ്റാലേ രക്ഷ പൂർത്തിയാകൂ എന്ന് പഠിപ്പിച്ചതിന്റെ കാരണം, അങ്ങനെ പഠിപ്പിച്ചില്ലെങ്കിൽ ഇവര് കഷ്ടതയെ സഹിക്കേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞാൽ, പരിച്ഛേദന ഏറ്റാൽ പിന്നെ യഹൂദന്മാർ എന്ത് ചെയ്യില്ല? ഇവരെ ഉപദ്രവിക്കുകയില്ല. കാരണം ഇവൻ നമ്മുടെ ആളാണെന്ന് യഹൂദന്മാര് സമ്മതിക്കും. പരിച്ഛേദന ഏറ്റാൽ പിന്നെ അവൻ യഹൂദനായിരുന്നു. അപ്പോൾ യഹൂദന്മാരുള്ള ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവരെന്ത് ചെയ്യുന്നത്? പരിച്ഛേദന ഏൽക്കാനായിട്ട് നിർബന്ധിച്ചത്. ഇതാണ് ഈ പരിച്ഛേദനക്കാരുടെ യഥാർത്ഥമായിരിക്കുന്ന താല്പര്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവര് ഇതാണ് സത്യമാർഗമെന്ന് ബോധ്യപ്പെട്ടിട്ടല്ല പരിച്ഛേദനയേക്കാൻ പറഞ്ഞത്. ചിലപ്പോ അവര് പഠിപ്പിക്കുന്ന കേട്ടാൽ തോന്നും, അയ്യോ ഇതാണ് സത്യമാർഗം, പരിച്ഛേദനയേറ്റാൽ. പക്ഷേ അവരുടെ പുറകിലുള്ള ഉദ്ദേശം എന്താ? അവരെ കാണിക്കുന്ന തീഷ്ണതയുടെ ഉദ്ദേശം എന്താ? ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. എന്താ? യഹൂദന്മാരാരുടെ ഉപദ്രവം സഹിക്കാൻ പറ്റത്തില്ല, അതിൽ നിന്ന് രക്ഷപ്പെടണം. സത്യം പറഞ്ഞാൽ ഉപദ്രവം നേരിടേണ്ടി വരും. സത്യമാർഗത്തിൽ ജീവിച്ചാൽ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാതെ പോകും. അതുകൊണ്ട് ആ കഷ്ടതയെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ ഈ പരിച്ഛേദനയുടെ വഴിയെ തെരഞ്ഞെടുക്കാനായിട്ട് പറയുന്നത്.
അതുകൊണ്ട് പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇല്ലേ, ഈ ഗലാത്യ ലേഖനത്തിൽ തന്നെ നമ്മൾ കണ്ടതാണല്ലോ, ഞാൻ പരിച്ഛേദന ഏറ്റിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ കഷ്ടം സഹിക്കുന്നത്? ഞാൻ പരിച്ഛേദന പ്രസംഗിച്ചിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ഉപദ്രവം എവിടെയായിരുന്നു? പ്രിയപ്പെട്ടവരെ, പരിച്ഛേദന പൗലോസ് പ്രസംഗിക്കാതിരുന്നത് അത് സത്യമാർഗമായതുകൊണ്ടാണ്. പക്ഷെ പരിച്ഛേദന സഹിച്ചിരുന്നെങ്കിൽ, പരിച്ഛേദന ഏറ്റിരുന്നെങ്കിൽ, പൗലോസ് പരിച്ഛേദന ഏറ്റവനാണ്, പരിച്ഛേദന പ്രസംഗിച്ചിരുന്നെങ്കിൽ പൗലോസിന് ഈ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. പൗലോസ് പറയുകയാണ്, അവരുടെ പുറകിലുള്ള താല്പര്യം എന്ന് പറയുന്നത് അവർക്ക് എല്ലാവരുടെയും അക്സെപ്റ്റൻസ് കിട്ടണം. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പോപ്പുലാരിറ്റി കിട്ടണം. അവരുടെ താല്പര്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സുരക്ഷിതത്വം കിട്ടണം. അതിനുവേണ്ടി അവര് സത്യമാർഗം തെരഞ്ഞെടുത്തില്ല. ഉപദ്രവം ഒഴിവാക്കണം, അവർക്ക് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണം. ഇതായിരുന്നു അവർ ഈ പരിച്ഛേദന പ്രസംഗിക്കുന്നതിന്റെ പുറകിലുള്ള താല്പര്യം. ഇന്നും അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ടല്ലേ. സമൂഹം എന്തോ പറയും, ഞങ്ങൾ ഈ സത്യവചനവും പിടിച്ചുകൊണ്ട് നടന്നാൽ, സത്യവചനം പറഞ്ഞാൽ, സത്യവചനം പ്രസംഗിച്ചാൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകില്ലേ? സമൂഹത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുകയില്ലേ? ഈ ഭയം കൊണ്ട് അനേകർ എന്ത് ചെയ്യുന്നറിയാമോ? അവര് ഈ കഷ്ടത ഒഴിവാക്കുന്ന എളുപ്പ വഴികൾ തിരഞ്ഞെടുക്കുകയാണ്. അവര് ക്രൂശിന്റെ സന്ദേശത്തെ മായം ചേർത്തു. ക്രൂശിന്റെ സന്ദേശത്തിൽ അവർ വെള്ളം ചേർത്തു. എന്താ വെള്ളം ചേർക്കാൻ കാരണം എന്നറിയാമോ? കാരണം ക്രൂശ് അനേകർക്കും ഇടർച്ചയാണ്. യഹൂദന്മാർക്ക് ഇത് ഇടർച്ചയാണ്. അങ്ങനല്ലേ നമ്മൾ വായിക്കുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമായ ക്രൂശ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നു. അപ്പൊ ഇത് ക്രൂശിന്റെ മാർഗം ഇടർച്ചയായതുകൊണ്ട് അനേകർ അത് വേണ്ട എന്ന് വെച്ചു. മാത്രമല്ല, ഈ ക്രൂശ് നമുക്ക് പ്രശംസിക്കാൻ ഒരു ഇടയും തരുന്നില്ല. അതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നു. 3, ദ ക്രോസ് ഇൻവൈറ്റ്സ് പെർസിക്യൂഷൻ. ക്രൂശ് എന്ത് ചെയ്യും? ഉപദ്രവം നേരിടാൻ കാരണമായി തീരും. അപ്പോ ക്രൂശിന്റെ വചനം പ്രസംഗിക്കാതിരുന്നാൽ രക്ഷപ്പെടാം അല്ലേ? നിങ്ങൾ വേറെ എന്ത് വേണേലും പ്രസംഗിച്ചോ. നിങ്ങൾ അബ്രഹാമിനെ പ്രസംഗിച്ചാൽ അവിടെ ആർക്കാ പ്രശ്നം? ആർക്കും ഒരു കുഴപ്പമില്ല. നിങ്ങൾ പത്രോസിനെ കുറിച്ചോ മഗ്ദലക്കാരത്തി മറിയെ കുറിച്ചോ പ്രസംഗിച്ചോ ആർക്കും ഒരു പരാതിയില്ല. പരാതി വരുന്നത് എപ്പോഴാണ്? ബൈബിളിലെ കാക്കയെ കുറിച്ച് പ്രസംഗിക്കുക, യോനായുടെ തിമിംഗലത്തെ കുറിച്ച് പ്രസംഗിക്കുക, ആർക്കും ഒരു പരാതിയില്ല. നല്ല ശമരിയക്കാരന്റെ കഥ പ്രസംഗിച്ച ആർക്കും അവിടെ പരാതിയുള്ള എല്ലാ മതവിഭാഗത്തിലുള്ളവരും കൊള്ളാമെന്ന് പറയും. പക്ഷെ എപ്പോഴെങ്കിലും ക്രൂശില്ലാതെ രക്ഷയില്ല എന്ന് പ്രസംഗിച്ചു നോക്കി, കുഴപ്പവും ഒരു സംശയമില്ല, കുഴപ്പവും നിങ്ങൾ ഉപദ്രവിക്കപ്പെടും. അപ്പോൾ ക്രൂശിന്റെ സന്ദേശത്തിൽ അവർ വെള്ളം ചേർത്തു, കാരണം മായം ചേർത്തു. കാരണം അത് അനേകർക്ക് ഇടർച്ചയാണ്. അതിൽ നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. മാത്രമല്ല, അത് ഉപദ്രവത്തെ ക്ഷണിച്ചു വരുത്തും, പീഡനം ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് നമ്മൾ ഓർക്കണം. ലിവിങ് ഫോർ പീപ്പിൾസ് അപ്രൂവൽ ഓൾവേസ് ലീഡ്സ് ടു കോംപ്രമൈസ്. ആളുകളുടെ അംഗീകാരത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്തേ പറ്റൂ, അല്ലേ? ആളുകൾ എന്ത് പറയുമെന്നുള്ളത് ഒരു വിഷയമാണെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ കോംപ്രമൈസ് ചെയ്യും, നമ്മുടെ ജീവിത ശൈലിയിൽ കോംപ്രമൈസ് ചെയ്യും. നീ മാത്രം എന്താടാ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചാ നമ്മളല്ലേ, നീ മാത്രം എന്താ ഇങ്ങനെ? ഇത് ആളുകൾ ചോദിക്കാതിരിക്കുന്നത് എന്ത് ചെയ്താൽ മതി? കോംപ്രമൈസ് ചെയ്താൽ മതി. പക്ഷെ ആളുകളുടെ അംഗീകാരമാണോ, ദൈവത്തിന്റെ അംഗീകാരമാണോ നമ്മുടെ വിഷയം? ലിവിങ് ഫോർ പീപ്പിൾസ് അപ്രൂവൽ. 2, എ റിലീജിയൻ ദാറ്റ് ബോസ്റ്റ് ഇൻ നമ്പേഴ്സ്.
13-ാമത്തെ വാക്യം. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽക്കാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. എന്തിനാ ഈ പോപ്പുലർ സന്ദേശം പ്രസംഗിക്കുന്നത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രസംഗം എന്തിനാ? യേശു പ്രസംഗിച്ചപ്പോ ആള് കൂടുവാണോ കുറയുവാണോ ചെയ്തത്? യേശു പ്രസംഗിച്ചപ്പോൾ ആദ്യം 2000 പേര്, പിന്നെ 5000 പേര്, പിന്നെ 5 ലക്ഷം പേര്, അങ്ങനെ ആയിരുന്നു? ആണോ? നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം അറിയാം. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോ കുറഞ്ഞത് 5000 പേര് അവിടെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോ കുറെ ആൾക്കാർ പറയാ, അയ്യോ ഇത് കഠിനവാക്ക്, ഞങ്ങള് പോവാന്ന് പറഞ്ഞങ്ങ് പോയി. അവസാനം 12 ശിഷ്യന്മാര് ശേഷിച്ചു. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? എന്താണ് നമ്മുടെ ശുശ്രൂഷയുടെ വളർച്ച ശരിക്കും? നമ്മളൊക്കെ വിചാരിക്കുന്നത് ആദ്യം 5 പേരോട് പ്രസംഗിച്ചു, പിന്നെ 50 പേരോട് പ്രസംഗിച്ചു, പിന്നെ 500 പിന്നെ 5000 പിന്നെ നമ്മൾ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ വരുന്നുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ വലിയ സ്റ്റേഡിയം ബുക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ ശുശ്രൂഷയുടെ വളർച്ച നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ യേശുവിന്റെ ശുശ്രൂഷ നേരെ തിരിച്ച. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ പഠിച്ചൊരു പാഠം ഇതാണ്: when we speak the truth, when we are not willing to please people, നമ്മൾ സത്യവചനം പ്രസംഗിക്കും, ക്രൗഡ്പുള്ളറാകാൻ പറ്റില്ല. We will never be a crowd puller. ക്രൗഡ് പുള്ളർ ആവണം എന്നുണ്ടെങ്കിൽ ചില കോംപ്രമൈസിങ് സർമൺസ് വേദപുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. ടിക്ലിംഗ് ഇയേഴ്സ്, കർണരസമാകുമാറ് പ്രസംഗിക്കണം. സത്യവചനം പറഞ്ഞ ആളൊന്നും കൂടില്ല കേട്ടോ. ഇവിടത്തെ പ്രശ്നം എന്തായിരുന്നെന്ന് അറിയാമോ? ഇവർക്ക് ആളുടെ എണ്ണം കൂട്ടണം. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച്. എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇന്ന് ഞങ്ങളുടെ കൂടെ ഇത്രയും പേരുണ്ടെന്ന് കാണിക്കണം. 50 പേരുണ്ട്, എന്റെ ശുശ്രൂഷ വളരുന്നുണ്ട്, ഇപ്പൊ 500 അതായത് ഈ പരിച്ഛേദനയും കൂടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരൊക്കെ ഈ കൂടെ കൂടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ആള് കൊടുത്തില്ല. സത്യവചനം സത്യമായി പറഞ്ഞാൽ അത്ര അങ്ങനെ ആള് കൂടില്ല. ആള് കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതും കൂടെ. അതാണ് എണ്ണം കാണിക്കുക. പള്ളിയിൽ കൂടുതൽ ആള് വരുന്നത് കുഴപ്പമാണെന്നല്ലേ പറഞ്ഞിട്ട്? ആരാധനയ്ക്കും ബൈബിൾ സ്റ്റഡിക്കും കൂടുതൽ ആളുകൾ വരുന്നത് കുഴപ്പമാണെന്നല്ല. സത്യം പറയാതെ ആളെ കൂട്ടാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് എവിടെ പറയുന്നത്? നിങ്ങൾ സത്യവചനം പറയുമ്പോഴും കുറച്ചാള് കൂടും. സത്യാന്വേഷികൾ മാത്രമേ കൂടും. അജണ്ടയുള്ളവരും പ്രത്യേക പ്രൊപ്പഗാൻഡയുള്ളവരൊന്നും ആ കൂട്ടായ്മയ്ക്ക് വരത്തില്ല. ഇവിടെ they wanted, അവര് ഞങ്ങൾ സക്സസ്ഫുൾ ആണെന്ന് കാണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? Their religion was external, measurable, impressive. ഈ ഒരു ജഡത്തിന്റെ മതം എന്താണ് പിന്തുടരുന്നത്? ഞാൻ സിറ്റിയിൽ വരുന്നു, എന്റെ പോസ്റ്റർ നോട്ടീസിൽ എന്റെ പേരുണ്ടെങ്കിൽ ആള് കൂടും. ഇത് ഒരു അപകടം പിടിച്ച ആത്മീയതയാണ്. കാരണം ഇപ്പൊ 5000 പേര് വന്നെങ്കിൽ അടുത്ത പ്രാവശ്യം എത്ര വന്നേ പറ്റുള്ളൂ? 5001 വരണ്ടേ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഈ 5000 പേരെ പിണക്കാതെ ഇരിക്കാനുള്ള പ്രസംഗമേ പറയുള്ളൂ. അതാ പൗലോസ് പരിച്ഛേദനക്കാരെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യം പറയുമ്പോൾ ചിലപ്പോ ആളുകൾ പിണങ്ങിയേക്കാം, ചിലപ്പോ ആള് കൂടാതെ പോയേക്കാം. പൗലോസ് ഇവിടെ പറയുകയാണ്, അവരെ കുറിച്ച് പറയുന്ന ഒരു പരാതിയുണ്ട്. ഇവരാളെ പിണക്കാതിരിക്കാൻ നോക്കും, പക്ഷേ 13-ാം വാക്യം പറയുന്നു, പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം. ഇവരാളെ പിണക്കാതിരിക്കാൻ വേണ്ടി പരിച്ഛേദനയൊക്കെ പ്രസംഗിക്കും, പക്ഷെ ഇവര് തന്നെ എന്ത് ചെയ്യുന്നില്ല? പരിച്ഛേദന. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമല്ല. ഇപ്പൊ കുറ്റവാളികളായിട്ട് പിടിക്കപ്പെടുന്നത് കൂടുതലും
നമ്മളെ ഉപദേശിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്ത ആൾക്കാരാണ്. നമ്മളോട് പ്രസംഗിച്ചവരും നമ്മളെ പഠിപ്പിച്ചവരും നമ്മൾ ചില ആൾക്കാരുടെ വീഡിയോ ഷെയർ ചെയ്തവരൊക്കെ ഇപ്പൊ ജയിലിൽ കിടക്കുക, അല്ലെ അവർക്കെതിരെ ഇപ്പൊ കേസ്. അവര് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും പിന്തുടരുക. നമുക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. When you live for the praise of men, image matters more than integrity. ഞാൻ എങ്ങനെ ജീവിക്കുന്നതല്ല, എന്റെ ഇമേജ് ആണ് അവിടെ ഇമ്പോർട്ടൻസ്, അല്ലേ? പറയുന്നത് മനസ്സിലാവും. സിമ്പിൾ കാര്യമാണ്, വലിയ തിയോളജി ഒന്നും അല്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ആളുകളുടെ പ്രശംസയാണ് വിഷയമെങ്കിൽ ഞാൻ എത്രമാത്രം സത്യസന്ധനാണെന്നുള്ളതല്ല വിഷയം, ഞാൻ സത്യസന്ധനാണെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഞാൻ സത്യസന്ധനല്ലെങ്കിലും എന്ത് ചെയ്താൽ മതി, ഞാൻ സത്യസന്ധനാണെന്നൊരു മെസ്സേജ് ആളുകൾക്ക് തോന്നിപ്പിച്ചാൽ മതി, കിട്ടിയാൽ മതി. ഇമേജ് മാറ്റേഴ്സ് മോർ ദാൻ ഇന്റഗ്രിറ്റി. സ്റ്റാറ്റിസ്റ്റിക്സ് മാറ്റേഴ്സ് മോർ ദാൻ സോൾസ്. എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്നുള്ളത് വിഷയമല്ല, ആൾക്കൂട്ടം വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഞങ്ങളുടെ പള്ളിയിൽ 5000 പേര് വരുമെന്ന് പറയുമ്പോ, അല്ലെങ്കിൽ 500 പേര് വരുമെന്ന് പറയുമ്പോൾ ആ എണ്ണത്തിലേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ. എണ്ണം തെറ്റാണെന്നല്ല, പക്ഷെ 500 പേരും ദൈവത്തെ അറിയാത്ത 500 പേരാണെങ്കിലും, ദൈവത്തെ സ്നേഹിക്കാത്ത 500 പേരാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവിടെ പ്രാധാന്യമുള്ളത്. 3, അപ്പിയറൻസ് മാറ്റേഴ്സ് മോർ ദാൻ ഒബീഡിയൻസ്. പുള്ളിനെ കണ്ടാ അറിയാം ഒരു ഭക്തനാണ്. അപ്പിയറൻസ് എന്താ? ഭക്തന്റെ കണ്ടാൽ തന്നെ ഒരു ഭക്തനാണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഈ ഉപദേശിമാര് ഒരു തോൾസഞ്ചി ഉണ്ടാകും, ഒരു ജുബ്ബ ഉണ്ടാകും, അല്ലെ? അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇത് കാണുമ്പോഴേ നമുക്ക് തോന്നും. അപ്പൊ എനിക്കറിയായിരുന്നു ഈ സാധു കൊച്ചു കുഞ്ഞു ഉപദേശി, അവരൊക്കെ സാധു എന്നാണ് വിളിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, പുള്ളിനെ തന്നെ സാധു എന്ന് വിളിക്കുന്നു. കാരണം പുള്ളിക്ക് എങ്ങനെയും ഈ സാധു ചേർത്തുള്ള പേര് കിട്ടണം. അതിനുവേണ്ടി പുള്ളിനെ തന്നെ സാധു, ഈ സാധു സാധു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആരും അദ്ദേഹത്തെ സാധു എന്ന് വിളിച്ചില്ല. അതെന്താ കാര്യം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത്, ഇത് ആളുകളുടെ ഉള്ളിൽ നമ്മളെ കുറിച്ച് ഒരു ഇമേജ് ഉണ്ടാക്കുക, ഇത് മാത്രമേ പ്രസക്തിയുള്ളൂ. എണ്ണം കാണിക്കുക, ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. തല എണ്ണി കാണിക്കുക. ഈ വർഷത്തെ കൺവെൻഷൻ ഭയങ്കര അനുഗ്രഹമായിരുന്നു. കാരണം അത്ര ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. ആൾക്കൂട്ടം വരാൻ വേണ്ടി എന്ത് ചെയ്തു, മീറ്റിംഗ് കഴിഞ്ഞപ്പോ എല്ലാവർക്കും പൊറോട്ടയും ബീഫും കൊടുത്തു. ആളുകൂടി. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറകെ പോകുന്ന ഒരു അപകടം. 3, എ റിലീജിയൻ ദാറ്റ് സീക്സ് ഹ്യൂമൻ അപ്രൂവൽ. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിന്റെ ആവർത്തനം തന്നെയാണ്. ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം എന്താന്ന് നോക്കിയേ. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും പരിച്ഛേദന ഒക്കെ ക്രിസ്തുവിന്റെ ക്രൂശിമത്തെ ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽക്കാൻ ഇവിടെ ആളുകളുടെ അംഗീകാരം കിട്ടണം. നമ്മളത് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. 4-മത്തെ കാര്യം, എ റിലീജിയൻ ദാറ്റ് ഫോക്കസസ് ഓൺ റിച്വൽസ്. ആചാരാനുഷ്ഠാനങ്ങളിലാണ് ശ്രദ്ധ മുഴുവൻ. നോക്കിയേ, 15-ാം വാക്യത്തിൽ പറയുകയാണ്, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല. ജഡത്തിന്റെ മാർഗത്തിൽ നമ്മൾ ആചാരങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. വിശ്വാസം എന്താന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കുഞ്ഞിനോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചിട്ട് ഈ കൊച്ചു വാ തുറന്ന് രക്ഷപ്പെട്ടില്ല. ഈ കൊച്ചിന്റെ അമ്മയ്ക്ക് അങ്ങ് ആകെ സങ്കടമായി. ഒരാള് ഞാൻ ചെന്ന് ചോദിച്ചിട്ടൊന്നും മറുപടി പറയുന്നില്ല. അപ്പൊ ഈ അമ്മ വേഗം പറയാം, അതിന്റെ കൺഫർമേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ ആചരിച്ച ആചാരങ്ങളുടെയും അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളുടെയും നമ്പറാണ് അവിടുത്തെ പ്രസക്തമായ കാര്യമായി ചിന്തിക്കുന്നത്, നോട്ട് ദെയർ ഫെയ്ത്ത്.
ഇതൊരു അനാത്മീകതയാണ്. യഥാർത്ഥ ആത്മീകത ഒരിക്കലും ആചാരത്തിന്റെ പുറകെയോ അനുഷ്ഠാനത്തിന്റെ പുറകെയോ പോവുകയില്ല. റിച്വലിസ്റ്റിക് റിലീജിയൻസ് കോസ് നത്തിങ്, ഗീവ്സ് നത്തിങ് എക്സെപ്റ്റ് സ്യൂഡോ സാറ്റിസ്ഫാക്ഷൻ. ഈ ആചാര അനുഷ്ഠാനങ്ങളിൽ നമ്മൾ മുഴുകിയാൽ അത് നമ്മളിൽ നിന്നൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. കുറെ ആചാരങ്ങളൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ മതി. നമുക്കൊരു 2 ലക്ഷം രൂപ കിട്ടുമ്പോൾ ഒരു 20 രൂപ കൊണ്ടുപോയി പള്ളിയിൽ ഇട്ടാൽ മതി. ചെലവില്ല അല്ലെ? 2 ലക്ഷത്തിൽ 20 രൂപ എടുത്ത് ചെലവാണോ? അതും ചെലവാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു 20 രൂപ ഇട്ടു, സന്തോഷമായി. അല്ലെങ്കിൽ 200 രൂപ ഇട്ടു. ആചാരങ്ങളുണ്ട്, പക്ഷെ ചെലവില്ല. നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ യാഗം കഴിക്കുമ്പോൾ ചെലവ് കൂടാതെ യാഗം കഴിക്കരുതെന്ന് പറഞ്ഞാണ്. ചെലവ് കൂടാതെ യാഗം കഴിക്കരുത്. ഇസ്രായേൽക്കാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ വെറുകയായിട്ട് വരരുത്. ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അത് രക്ഷ സൗജന്യമാണ്. പക്ഷെ കർത്താവിനെ പിൻപറ്റുക എന്ന് പറയുന്നത് വിലയേറിയതാണ്, ചെലവുള്ളതാണ്. അതിനുവേണ്ടി എന്റെ സമയം മാറ്റിവെക്കണം, എന്റെ സൗകര്യം മാറ്റിവെക്കണം, എന്റെ സുഖങ്ങൾ മാറ്റിവെക്കണം, എന്റെ കംഫർട്ട് സോൺസ് മാറ്റിവെക്കണം. പക്ഷേ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ വഴി പോയാൽ ഒരു ഗുണമുണ്ട്, ഒരു സ്യൂഡോ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു സ്വയവഞ്ചനയാണ്. എന്തോ ചെയ്തു എന്ന് നമുക്കൊരു തൃപ്തി കിട്ടും, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം. ഇനി അടുത്ത ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. വേഗം ജസ്റ്റ് ഇനി പറഞ്ഞു പോകുന്നേ ഉള്ളൂ, അതിനുള്ളതേ ഉള്ളൂ ഒത്തിരി. ഇനി ക്രൂശിന്റെ മാർഗത്തിന്റെ 5 അടയാളങ്ങൾ. ഇപ്പൊ നമ്മൾ ചിന്തിച്ചത് ഏതിന്റെ അടയാളങ്ങളാണ്? ജഡത്തിന്റെ മാർഗത്തിന്റെ 4 അടയാളങ്ങളാണ് ചിന്തിച്ചത്. ഇനി ക്രൂശിന്റെ വഴിയിലെ 5 അടയാളങ്ങൾ. 1, ക്രൂശിന്റെ വഴിയിൽ ജീവിക്കുന്ന ഒരു ഭക്തന് ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരികയില്ല. ബോസ്റ്റ് ഓൺലി ഓൺ ദ ക്രോസ്. ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടയില്ല. പൗലോസ് പറയുകയാണ്, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പൗലോസ് ഇവിടെ പറയുന്നൊരു കാര്യം, പൗലോസിന് പ്രശംസിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. എന്താ? ക്രൂശ്. ഈ പരിച്ഛേദനക്കാരെന്തിനാ പ്രശംസിച്ചുകൊണ്ടിരുന്നത്? പരിച്ഛേദന ഏറ്റതിൽ ഒരാളെ കാണുമ്പോ തന്നെ ചോദിക്കും, പരിച്ഛേദന ഏറ്റായിരുന്നു? പരിച്ഛേദന ഏറ്റു, വെല്ലൻ, തോളത്തൊക്കെ തട്ടി കൊള്ളാമെന്ന് പറയും. പക്ഷെ പൗലോസ് പറയുക, ഞാൻ ചെയ്ത ഒന്നിലും എനിക്ക് പ്രശംസിപ്പാനില്ല. എനിക്ക് പ്രശംസിപ്പാനുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രമാണ്. എന്താ അതിന്റെ അർത്ഥം? ഈ ക്രൂശിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്രൂശിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂശിലൂടെ ലഭിച്ച രക്ഷയിൽ പ്രശംസിക്കുക എന്നാണ്. ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവാണ് എന്റെ രക്ഷയ്ക്ക് ആധാരമായതെല്ലാം ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥം. അതായത് ഞാൻ എന്റെ രക്ഷ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണം മുഖാന്തരമായിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ പരിച്ഛേദന ഏറ്റത് കൊണ്ടോ, ഞാൻ പള്ളിയിൽ പോകുന്നത് കൊണ്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, ഞാൻ ദശാംശം കൊടുക്കുന്നത് കൊണ്ടോ, ഞാൻ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ ആണെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനിടയുണ്ട്. പക്ഷെ പൗലോസ് പറയുകയാണ്, എനിക്ക് അതിനൊരു സാധ്യതയേ ഇല്ല. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ടൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, രക്ഷിക്കപ്പെടും. പരിച്ഛേദനക്കാരൻ പറയുന്നത് എന്താണ്? അപ്പൊ നമുക്കൊരു പ്രശംസ വരില്ലേ അതിനകത്ത്? നമ്മളിങ്ങനെ ഇടയ്ക്ക് കോളർ പൊക്കാവല്ലോ അല്ലെ? ഞാൻ പരിച്ഛേദന ഏറ്റതാണെന്ന് ഇടയ്ക്ക് നമുക്ക് ഞാൻ പള്ളിക്ക് ഇത്ര കോളർ പൊക്കാൻ പൗലോസിന് ഇടയില്ല. ഈ ചില ആൾക്കാർ പറയും, കർത്താവിന്റെ ക്രൂശിലാണ് രക്ഷ, പക്ഷെ അതിനകത്ത് ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടും പറയും ചിലര്. അത് സാധ്യമല്ല. ഒന്നുകിൽ ക്രൂശിൽ മാത്രം പ്രശംസിക്കുക, അല്ലെങ്കിൽ പരിച്ഛേദനക്കാരെ പോലെ തന്റെ ജഡത്തിൽ പ്രശംസിക്കുക. ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ അത് ക്രൂശിന്റെ വഴിയല്ല.
ക്രിസ്തുവിന് നമ്മുടെ രക്ഷയിൽ 99.9%, നമുക്ക് അതിനകത്ത് 0.1% പാർട്ടിസിപ്പേഷൻ അല്ല. ക്രിസ്തുവിന് 100%. ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ രക്ഷയ്ക്ക് ഒരു ക്രെഡിറ്റ് ഉള്ളൂ, നമുക്കില്ല. അതുകൊണ്ട് ഒന്ന്, ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടയില്ല. രണ്ട്, ലോകത്തോട് ഉള്ള ബന്ധത്തിനൊരു മാറ്റം വന്നു. എന്താ അവിടെ പറയുന്നത്? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്താ ഈ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം we are not seeking the approval of the world. ലോകത്തിന്റെ അംഗീകാരം നമ്മളിപ്പോ അന്വേഷിക്കുന്നില്ല തന്നെയാണ്. മറ്റേ മാർഗത്തിൽ എന്തായിരുന്നു പ്രശ്നം? ലോകത്തിന്റെ കയ്യടിയായിരുന്നു അവരുടെ വിഷയം. പക്ഷെ ഇവിടെ പറയുകയാണ്, അവരുടെ കയ്യടി എനിക്ക് വിഷയമല്ല. അവർ കൈ അടിച്ചാലും എന്നെ അത് ബാധിക്കുകയില്ല, കൈ അടിച്ചില്ലെങ്കിലും എന്നെ അത് ബാധിക്കുന്നില്ല. യു ആർ ഫ്രീ ഫ്രം ഇറ്റ്സ് അപ്രൂവൽ, യു ആർ ഫ്രീ ഫ്രം ഇറ്റ്സ് ഇന്റിമിഡേഷൻ. ഇനി അവരാരെയും എതിർക്കാൻ വന്നാൽ എനിക്ക് വല്ല വിഷയമുണ്ട്? അവരയ്യോ അവരൊക്കെ എനിക്ക് എതിരായി, വിഷയമല്ല. അതാണ് ഞാൻ ലോകത്തിനും ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ അവര് കൈയടിച്ചാലും എനിക്ക് വിഷയമല്ല, അവരെന്നെ തള്ളിക്കളഞ്ഞാലും എനിക്ക് വിഷയമല്ല. The cross cuts the cords of people pleasing. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറയണം, അല്ലേ? നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. നമ്മൾ ആ അച്ഛൻ കൊള്ളാം. കഴിഞ്ഞ ദിവസം ഈ കഞ്ഞിക്കുഴിയിലുള്ള ആള് ഇവിടെ അടുത്തുള്ള ഒരു ജില്ലയില് പോയി. ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെയുള്ള ഒരു അച്ഛനെ കണ്ടു, ഇവാഞ്ചലിക്കൽ സഭയില്. അപ്പൊ ആ അച്ഛനോട് എന്നെ കുറിച്ച് പൊക്കി അടിച്ചു എന്ന് ഈ അച്ഛൻ എന്നെ വിളിച്ചു പറയുക. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ അതിനോട് പ്രതികരിക്കാം. എങ്ങനെ പ്രതികരിക്കാം? വേണമെങ്കിൽ അതിനകത്ത് നമുക്ക് ഒത്തിരി സന്തോഷിച്ച്, നമുക്ക് ഒത്തിരി പ്രശംസിച്ച് കൊള്ളാം എന്നൊക്കെ വേണമെങ്കിൽ. വേറൊരു രീതിയുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പൊ നല്ലത് പറഞ്ഞയാള് തിരിച്ചു പറയാൻ എത്ര സമയം വേണം. അതുകൊണ്ട് അവരുടെ കയ്യടിയോ അവരുടെ അപ്രൂവലോ അല്ല എന്ത് ചെയ്യുന്നത്. നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ മോശം പറഞ്ഞെന്ന് ഓർത്തുകൊണ്ട് നമ്മള് തകരന്റെ ആവശ്യമില്ല. ക്രൂസ്, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോ ആരെങ്കിലും നല്ലത് പറഞ്ഞു? ആളുകൾ തല കുലുക്കി ചിരിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. തല കുലുക്കി അവനെ നിന്ദിച്ചു. ആളുകളുടെ അംഗീകാരമല്ല അവന് കിട്ടിയത്. അതുകൊണ്ട് ക്രൂശ്, ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ ലാംഗ്വേജിൽ പറഞ്ഞാൽ ലൈക്സ് എത്ര കിട്ടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഹാർട്ട് എത്ര കിട്ടുന്നുണ്ട്, ഇതൊക്കെയാണ് വിഷയം. We are not supposed to be people pleasers. നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടാകേണ്ടത് എന്റെ കർത്താവ് എന്നെ നോക്കി ചിരിക്കുകയാണോ അതോ അവൻ എന്നിൽ പ്രസാദമില്ലാതിരിക്കുക. 3, ഫോക്കസസ് ഓൺ ന്യൂ ക്രിയേഷൻ. പ്രസക്തമായ കാര്യം എന്താണ്? 15-ാം വാക്യം നോക്കിയേ. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പിന്നെന്താ കാര്യം? പുതിയ സൃഷ്ടിയാത്രേ കാര്യം. നിങ്ങള് പള്ളിയില് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടോ? അതല്ല പ്രധാനപ്പെട്ട കാര്യം. കാര്യം എന്താ? ഇവൻ വീണ്ടും ജനിച്ചതാണോ? ഇവൻ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിട്ടുണ്ടോ? ഒരു പരീശൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ അവൻ പറഞ്ഞ എന്താ? കർത്താവേ, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലാത്തത് കൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. ഇല്ലേ? ഞാൻ രണ്ടുനേരം അല്ലല്ലോ, പ്രശംസ എന്തൊക്കെയായിരുന്നു? ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, പ്രാർത്ഥന, പതാരം കൊടുക്കുന്നു. ഇതെല്ലാം എണ്ണി പറയാ, സ്വന്തം പ്രശംസയാ പറഞ്ഞത്. പക്ഷേ പുതിയ സൃഷ്ടിയാവുന്നതാണ് കാര്യം. ഇന്ന് നമ്മൾ ഓർക്കണം, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ബിഹേവിയർ മോഡിഫിക്കേഷൻ. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ബിഹേവിയർ മോഡിഫിക്കേഷൻ.
ബിഹേവിയറിൽ വ്യത്യാസം വരും. അതെന്തുകൊണ്ടാണ്? അകത്തു മാറ്റം വന്നത്. നാരങ്ങ എത്ര ശക്തിക്ക് പിഴിഞ്ഞാലും ഓറഞ്ച് ജ്യൂസ് കിട്ടില്ല, കിട്ടുമോ? നാരങ്ങ എത്ര നന്നായി പിഴിഞ്ഞാലും ഓറഞ്ച് ജ്യൂസ് കിട്ടില്ല. പക്ഷെ ഓറഞ്ച് പിഴിഞ്ഞ ഓറഞ്ച് ജ്യൂസ് കിട്ടും. ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നാരങ്ങയാണെങ്കിൽ നീ ഓറഞ്ച് ജ്യൂസ് പോലെ ഇരുന്നാ മതി. ഇതാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ. പക്ഷേ ഉള്ളിൽ മാറ്റം വന്നാലോ നല്ല ഓറഞ്ച് ജ്യൂസ് കിട്ടുകയും ചെയ്യും, ഇല്ലേ? അകത്ത് മാറ്റം വരണം. നോട്ട് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, നോട്ട് കൾച്ചറൽ ഐഡന്റിറ്റി. ഇവിടെ കേരളത്തിൽ ഒരു മാസ് കൺവേർഷനുള്ള അവസരം ഉണ്ടായിരുന്നു ക്രിസ്ത്യാനിറ്റിയിലേക്ക്. കേരളത്തിലുള്ള ഈഴവ സമൂഹം മുഴുവൻ ക്രിസ്ത്യാനികളാകാൻ തയ്യാറായ ഒരു സമയമുണ്ട്. ഇവിടെ ഈ ചിങ്ങവനത്തുള്ള ആംഗ്ലിക്കൻ ബിഷപ്പിനെ ചെന്ന് കണ്ടു. ഞങ്ങള് മതം മാറാൻ തയ്യാറാണ്. കാരണം ഈഴവ സമുദായത്തിൽ അവർ നിൽക്കുന്നതുകൊണ്ട് അവർ നേരിടേണ്ടി വരുന്ന സാമൂഹിക അവഗണനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവര് ചെന്ന് ഒരു റിക്വസ്റ്റ് കൊടുത്തു, ഞങ്ങള് എല്ലാവരും കൺവേർട്ട് ആകാൻ തയ്യാറാണ്. കാരണം ആ കാലത്ത് ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ അവരുടെ ഇടയിലുള്ള ഈ ജാതി ഉച്ചനീചത്വം ഉണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ ആ ബിഷപ്പ് പറഞ്ഞു, അയ്യോ ഇത് അങ്ങനത്തെ ഒരു വഴിയല്ല, അത് അങ്ങനത്തെ ഒരു മാർഗമല്ല, കാര്യമല്ല. ഇത് ബിഹേവിയർ മോഡിഫിക്കേഷനോ കൾച്ചറൽ ഐഡന്റിറ്റിയോ ഒന്നുമല്ല. ഇത് പുതിയ സൃഷ്ടിയാകുന്നതാണ് കാര്യം. റിലീജിയസ് പെർഫോമൻസ് അല്ല. ഇതുവരെ നീ അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നു, ഇപ്പൊ പള്ളിയിൽ പോകുന്നു എന്നുള്ളതല്ല മാറ്റം. മാറ്റം അവിടെ പുതിയ സൃഷ്ടിയാകുന്നതാണ് കാര്യം. ഒരു ഭക്തൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ദ ഗോസ്പൽ ഡസ് നോട്ട് പോളിഷ് ദ ഓൾഡ് സെൽഫ്, ഇറ്റ് ക്രിയേറ്റ്സ് ദ ന്യൂ വൺ. പഴയതിനെ പെയിന്റ് അടിച്ചെടുക്കുകയല്ല ക്രിസ്ത്യാനിറ്റി ചെയ്യുന്നത്, പിന്നെന്താ, ഒരു പുതിയതിനെ സൃഷ്ടിച്ചെടുക്കുകയാണ്. നമ്മുടെയൊക്കെ വീട്ടില് ഈ പണ്ട് ഈ അപ്പച്ചന്മാരൊക്കെ അമ്മച്ചിമാരൊക്കെ ഒരു വീഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന ഒരു പെട്ടിയുണ്ട്, തടി കൊണ്ടുള്ള എന്നാ പറയണേ, കാലിപ്പെട്ടിയോ അങ്ങനെയാണോ പറയണത്? ഓ കാൽപ്പെട്ടി, കോട്ടയത്തെ സ്റ്റൈൽ ഇരിക്കട്ടെ, കാൽപ്പെട്ടി. പണ്ട് ഇതൊക്കെ അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ അവരുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന ഒരു പെട്ടിയാണ്. ഇപ്പൊ ആ പെട്ടിയൊക്കെ എവിടെ കിടക്കുന്നത്? ഇപ്പൊ ഫ്രണ്ടില് അല്ലേ, മിക്കവാറും വീടുകളിലുണ്ട് ഇപ്പൊ ഫ്രണ്ട്. പണ്ടൊക്കെ അത് വല്ല പൂറയിൽ കിടന്ന സാധനം, ഇപ്പൊ അതൊക്കെ പോളിഷ് ചെയ്തെടുത്ത് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ട് നല്ല സ്റ്റൈലായിട്ട് വെച്ചിരിക്കുക, പോളിഷ് അടിച്ച്. ക്രിസ്ത്യാനിറ്റി ഈസ് പോളിഷിങ് ഓൾഡ് ലൈഫ്. പിന്നെന്താണ്? ഇറ്റ് ക്രിയേറ്റ്സ് ന്യൂ വൺ. 4, എക്സ്പീരിയൻസ് പീസ് ആൻഡ് മേഴ്സി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രൂശിന്റെ മാർഗം നമ്മിൽ വലിയൊരു സമാധാനം നിറയ്ക്കും. നോക്കിയേ 16-ാം വാക്യം, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. പൗലോസ് ഒരു ആശീർവാദം പോലെ പറയുന്ന ഒരു വാക്യമാണ്, പക്ഷെ അതിൽ നിന്നൊരു വലിയ സന്ദേശം നമുക്കുണ്ട്. ആർക്കാണ് ഈ സമാധാനവും കരുണയും ഉണ്ടാകുന്നത്? ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും. ഏത് പ്രമാണം? ക്രൂശിന്റെ പ്രമാണം. ക്രൂശിന്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും സമാധാനവും കരുണയും. ഇവിടെ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റീകൺസിലിയേഷൻ വിത്ത് ഗോഡ്, ദൈവത്തോട് സമാധാനം. ഈ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് ദൈവത്തോട് സമാധാന ബന്ധത്തിൽ വരാൻ പറ്റും. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം എന്താ പറയുന്നത്? റോമർ 5:1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം ദൈവത്തോട് ശത്രുതയില്ല. പാപത്തിന്റെ ഫലമായി സകല മനുഷ്യരും ദൈവത്തോട് ശത്രുതയിലാണ്.
പക്ഷെ ആർക്കാണ് ആ ശത്രുത മാറി ദൈവത്തോടൊരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ കഴിയുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. പരിച്ഛേദനയേറ്റവർക്കല്ല ദൈവത്തോട് സമാധാനമുള്ളത്. പീസ്, ദൈവത്തോടുള്ള സമാധാനം. അവിടെ മേഴ്സി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അത് ഡെയിലി സസ്റ്റൈനിങ് ഗ്രേസ് ആണ്. ഓരോ ദിവസവും നമ്മെ നിലനിർത്തുന്ന ദൈവകൃപ. ഈ ജഡത്തിൽ ജീവിച്ചാലത്തെ ഒരു പ്രശ്നം എന്നാ? ചേട്ടാ, ഞാൻ ശരിക്കും പരിച്ഛേദന കറക്റ്റ് ആണോ? എന്റെ പരിച്ഛേദന കറക്റ്റ് ആണോ? ഞാൻ ഈ ചെയ്തത് കറക്റ്റ് ആണോ? കാരണം ഞാനാ ചെയ്തത്. ഞാൻ ചെയ്തതിൽ ഞാനത് ശരിയായിട്ട് ചെയ്തോ എന്നൊരു സംശയം. ഒരിക്കൽ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. ഈ അപ്പച്ചനെ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം. ഈ അപ്പച്ചനെ ഒരു പാസ്റ്റർ സ്നാനപ്പെടുത്തി. അപ്പൊ അപ്പച്ചനോട് സ്വർഗത്തിൽ പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവസാനം അപ്പച്ചൻ സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഈ പാസ്റ്റർ പിന്മാറിപ്പോയി. അപ്പൊ അപ്പച്ചന് സംശയം, എന്റെ സ്നാനം ശരിക്കും ദൈവം അംഗീകരിക്കൂ? കാരണം എന്നാ? ഇദ്ദേഹം വിചാരിച്ചത് സ്നാനപ്പെട്ടാലാ ഞാൻ സ്വർഗത്തിൽ പോകുന്നതെന്നാ. അപ്പൊ സ്നാനം നടത്തിയ ആള് പിന്മാറിപ്പോയപ്പോ ഇദ്ദേഹത്തിനൊരു പേടി, ഇനി എന്റെ സ്നാനം ദൈവം സ്വീകരിക്കുമോ? അപ്പൊ അദ്ദേഹത്തിന്റെ ആശ്രയം എവിടെ? ക്രൂശിലാണോ സ്നാനത്തിലാണോ? നമ്മുടെ പ്രശംസ ക്രിസ്തുവിൽ, ക്രൂശിൽ മാത്രമായിരിക്കണം. ഇല്ലെങ്കിൽ സ്നാനപ്പെടുത്തുന്ന അച്ഛനോ സ്നാനപ്പെടുത്തുന്ന പാസ്റ്ററോ പിന്മാറി പോകുമ്പോ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ്, ആ വെള്ളം ഇത്ര ഉണ്ടായിരുന്നോ അതോ ഇത്ര ആയിരുന്നോ, ശരിക്കും എന്തോ ഒരു വെള്ളത്തിലാ. ഇതിലല്ല നമ്മുടെ രക്ഷ. പുതിയ സൃഷ്ടിയാകുന്നതാണ്. എന്താണ് ഒരു ദൈവവൈതല്യ ഉറപ്പ്? ഞാൻ രക്ഷിക്കപ്പെട്ടത് ഞാൻ അനുഷ്ഠിച്ച ഒരനുഷ്ഠാനത്തിന്റെയും അടിസ്ഥാനത്തിലല്ല. കാൽവറി ക്രൂശിൽ ക്രിസ്തു മരിച്ചതുകൊണ്ട്, ക്രിസ്തു എന്റെ പാപത്തിന് പകരമായി തീർന്നതുകൊണ്ട്, ക്രിസ്തു എനിക്ക് പകരമായി മരിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു വലിയ ബോധ്യം ഒരു ദൈവവൈതല്യ ജീവിതത്തിൽ എത്തിക്കും. അവന് നല്ല ഉറപ്പാ, ഞാൻ എന്തേലും ചെയ്തിട്ടല്ല രക്ഷപ്പെട്ടത്, പിന്നെ ആരാ? ക്രിസ്തു. ഞാൻ ചെയ്ത അതിനകത്ത് കുഴപ്പമുണ്ടാവും അല്ലേ? എന്നെ പോലൊരു പാപി എങ്ങനെ ശ്രമിച്ചാലും അതിന് പരിമിതിയുണ്ട്. പക്ഷെ ക്രിസ്തു കാൽവറി ക്രൂശിൽ നിവർത്തിച്ച മരണ മുഖാന്തരമായി നമുക്ക് രക്ഷ വന്നു. നാലാമത്തെ അനുഭവം എന്ന് പറയുന്നത് പീസ് ആൻഡ് മേഴ്സി. 5. ഇത് നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്തൊരു പോയിന്റ് ആയിരിക്കും. ബിയേഴ്സ് ദ മാർക്സ് ഓഫ് ദ ലോ. 17ാമത്തെ വാക്യം, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇതെന്താ? എന്താ യേശുവിന്റെ ചൂടടയാളം? ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് തന്റെ ശരീരത്തിൽ പീഡനം കൊണ്ടുണ്ടായ അടയാളങ്ങളുണ്ടല്ലോ. പീഡനം സഹിക്കുന്ന, അടി കൊണ്ടതിന്റെ അടയാളമുണ്ട്. ഇത് പൗലോസ് പറയുന്നത് ഒരു ഭാഷ കൊണ്ടുള്ളൊരു കളിയാണ്. പരിച്ഛേദനക്കാർ, അത് ഇംഗ്ലീഷിൽ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പരിച്ഛേദനക്കാർ, the Judaizers boasted in circumcision marks. പരിച്ഛേദന ഏറ്റതിന്റെ അടയാളം നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ് പരിച്ഛേദനക്കാർ പറയുന്നത്. അപ്പൊ പൗലോസ് പറയാണ്, എനിക്കുള്ള അടയാളം മരിച്ച്, അതിന്റെ അടയാളം പൗലോസിനുണ്ടാകും. പക്ഷെ അതിലല്ല പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെന്താണ്? പീഡനത്തിന്റെ ഫലമായി തന്റെ ശരീരത്തിലുള്ള, കാരണം മറ്റോര് എന്താ ചെയ്യുന്നത്? ആ പീഡനം വരാതിരിക്കാൻ, ആരുടെയും ഉപദ്രവം സഹിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ പരിച്ഛേദന ഏറ്റു വേറെ വഴി തിരഞ്ഞെടുത്തത്. ഇവിടെ പൗലോസ് പറയുകയാണ്, എന്റെ ശരീരത്തിൽ പരിച്ഛേദനയുടെ അടയാളമല്ല, എന്റെ ശരീരത്തിൽ പീഡനം സഹിച്ചതിന്റെ അടയാളമാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യഹൂദന്മാരാൽ ഞാൻ, റെഫറൻസ് തെറ്റാ കേട്ടോ, 2 കൊരിന്ത്യർ ലേഖനമാണ്. യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറയെ
40 അടി, 11-ാം അധ്യായമാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നതാണ്, യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ടും 3 വട്ടം കോലിനാലടി കൊണ്ടും ഒരിക്കൽ കല്ലേറ് കൊണ്ടും 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. പിന്നെ താഴേക്ക് ഒരു വലിയ ലിസ്റ്റാ പറയുന്നത്. ഇങ്ങനെയുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയ പൗലോസ് തന്റെ ശരീരത്തിലുള്ള അടയാളം ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നു, എന്ത് ചെയ്താൽ മതി? പരിച്ഛേദനക്കാരുടെ വഴി തെരഞ്ഞെടുത്താൽ മതിയായിരുന്നു. പക്ഷെ ക്രിസ്തുവിന്റെ മാർഗത്തിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ആ ചൂടടയാളം എന്റെ ശരീരത്തിൽ, ഞാനിത് സപ്രപഞ്ചക്കട്ടിലിൽ ഇരുന്ന് സുവിശേഷം പ്രസംഗിച്ച് പ്രസിദ്ധനായ ഒരു ഭക്തനല്ല, പിന്നെ ആരാ? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചതിന്റെ അടയാളം തന്റെ ശരീരത്തിലുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് പ്രശംസിക്കാൻ പരിച്ഛേദനയുടെ അടയാളമാണുള്ളതെങ്കിൽ എനിക്ക് പ്രശംസിക്കാനുള്ളത് എന്താണ്? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചതിന്റെ അടയാളമാണ്. Those scars were his badge of honor. ഇതിനെ പൗലോസ് നിന്ദയുടെ അടയാളമായിട്ടല്ല കാണുന്നത്. പിന്നെന്താണ്? ഇത് തന്റെ ഒരു പ്രശംസയായിട്ടാ പൗലോസ്. ഇത് എന്നാ പറ്റിയതാന്ന് കാണുന്നവര് ചോദിക്കും, അല്ലേ? ഒരു നമ്മുടെ ഇവിടെ ഒരു ചുമ്മാ ഒരു ബാൻഡേജ് ഒട്ടിച്ചോണ്ട് അടുത്ത ഞായറാഴ്ച ഒന്ന് പള്ളി വന്ന് നോക്കി, ആൾക്കാരെല്ലാം ചോദിക്കും, അയ്യോ ഇത് എന്നാ പറ്റിയത്? കമ്പ് കൊണ്ടതാണോ, ഈ കമ്പ് കൊണ്ടതാണോ, അല്ലെങ്കിൽ ഒന്ന് വീണതാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ചമ്മല, അല്ലേ? ഇത്രയും വലുതായിട്ട് ഇപ്പോഴും വീഴുവോ, ഇതുവരെ നടക്കാൻ പഠിച്ചില്ല എന്നൊക്കെ ചിലർ ചോദിക്കും. പൗലോസ് പറയുകയാണ്, ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഈ ചൂടടയാളം ഉണ്ടാകും. ലിവിംഗ് ഫോർ മെൻ ബ്രിങ്സ് കംഫർട്ട്, ലിവിംഗ് ഫോർ ഗോഡ് മേ ബ്രിങ് കോസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ അതിന് വില കൊടുക്കേണ്ടി വരും. ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിച്ചാൽ അതിന് വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരുടെ കയ്യടികൾക്കല്ല, ദൈവത്തോട് വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഏറ്റവും അവസാനത്തെ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഗലാത്യ ലേഖനം അവസാനിക്കുന്ന അവസാനത്തെ വാക്യമാണ്, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പൗലോസ് വഴക്ക് പറയുകയായിരുന്നു ഗലാത്യ ലേഖനം മുഴുവൻ, അല്ലേ? ഗലാത്യയിലെ സഭയോട് തിയോളജിക്കൽ ദൈവശാസ്ത്രപരമായിട്ടും അവരെ തിരുത്തുന്നുണ്ട്, അവരെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറയുന്നുണ്ട്, മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നുണ്ട്, ശാസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ. ഇത് പൗലോസിന്റെ ഒരു പാസ്റ്ററൽ കെയറാണ്, ഒരു ഇടയന്റെ കരുതലാണ്. നമുക്ക് ഒരാളോട് സ്നേഹവും കരുതലും ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? എത്ര വഴക്ക് പറഞ്ഞാലും നമ്മുടെ പിള്ളേരെ നമ്മൾ വിളിച്ചേച്ച ഒരു ഉമ്മ കൊടുക്കും, അല്ലേ? എത്ര തല്ലിയാലും ഇനി ഇവരത് ചോദിക്കും വീട്ടിൽ ചെല്ലും, എത്ര തല്ലിയാലും വിളിച്ചിരുത്തിയും നമ്മളല്ലേ സ്നേഹത്തോടെ മടി വിളിച്ചിരുത്തും. പാസ്റ്റർ എല്ലാവും ഒരു ഇടയൻ അങ്ങനെ ചുമ്മാ വഴക്ക് പറയുകയല്ല. ഈ പള്ളികളിലൊക്കെ ചില ആൾക്കാരെ ഈ ചെറുപ്പക്കാരെ തിരുത്തി കൊടുക്കും. അങ്ങനെയാണോ പാടേണ്ടത്, ആ പാട്ടാണോ, ഇത് ഇങ്ങനെയാണോ, ശരിയല്ല അത്. പക്ഷെ അവരെ അന്നേരം വിളിച്ച്, എടാ മോനെ നീ വായിച്ചത് നന്നായിരുന്നു, കൊള്ളാം കേട്ടോ, എടുക്കാനായിട്ടുണ്ട്, ഇതും കൂടെ പറയണം. അനേകരുടെ പ്രശ്നം എന്നാ അറിയോ? അത് തെറ്റ്, ഇത് തെറ്റ്, അങ്ങനല്ല ഇങ്ങനല്ല, കൊള്ളാവുന്നതും കൂടെ പറയണം. ദാറ്റ്സ് പാസ്റ്റർ ലവ്. മാത്രമല്ല അതിനകത്ത് പൗലോസിന് വലിയ പ്രതീക്ഷയുണ്ട്. ഇവര് ശരിയാകുമെന്നൊരു പ്രതീക്ഷ, ഇവര് മാനസാന്തരപ്പെടുമെന്നൊരു പ്രതീക്ഷ. നമ്മൾ ഇന്നത്തെ ഞാൻ ഉൾപ്പെടുന്ന തലമുറയുടെ ഒരു വലിയ പ്രശ്നം, അടുത്ത തലമുറയെ നോക്കിയിട്ട് പറയും യുവമാരൊന്നും ശരിയാവാൻ പോകുന്നില്ല, ഒരു പ്രതീക്ഷയില്ലാത്ത പോലെ നമ്മൾ. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, നമ്മളെക്കാൾ നന്നാകാൻ പോകുന്ന അവരാണ്. നമ്മൾ പറയും യുവന്മാരൊന്നും ശരിയാകാൻ പോകുന്നില്ല,
കാര്യം നമുക്കൊരു ഒരു ഇടയന്റെ ഹൃദയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഈ കുഞ്ഞുങ്ങള് ശരിയായി വരും. കറക്ഷൻ ഡസ് നോട്ട് ക്യാൻസൽ റിലേഷൻഷിപ്പ്. ആ ബന്ധത്തെ പൗലോസ് അവിടെ വിട്ടുകളഞ്ഞിട്ടില്ല, പക്ഷെ അവരെ തിരുത്തേണ്ട മേഖലകളിലെല്ലാം തിരുത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 3 ചോദ്യങ്ങൾ ചോദിക്കാം പേഴ്സണൽ ആപ്ലിക്കേഷന് വേണ്ടി. 1, ആർ യു ട്രൈങ് ടു ലിവ് ബൈ എഫേർട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രേസ്? കൃപയാൽ ജീവിക്കാനാണോ നമ്മൾ ശ്രമിക്കുന്നത്, അതോ നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ടാണ്? നമ്മുടെ ആത്മീയതയെ നമ്മൾ വിലയിരുത്തുന്നത് നാം എന്തുമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണോ, അതോ നാം പ്രാപിച്ച ദൈവകൃപയുടെ അടിസ്ഥാനത്തിലാണോ? 2, ആർ യു മെഷറിംഗ് സ്പിരിച്വാലിറ്റി എക്സ്റ്റേണലി ഇൻസ്റ്റെഡ് ഓഫ് ഇന്റേണലി? നമ്മുടെ അകത്തെ മനുഷ്യന്റെ ആത്മീയത, അതിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ നമ്മളെ വിലയിരുത്തുന്നത്, അതോ നമ്മൾ ബാഹ്യമായിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ കണ്ടതൊക്കെ അതായിരുന്നു അല്ലേ? അഗ്രചർമ്മമല്ല, പരിച്ഛേദനയല്ല കാര്യം, പുതിയ സൃഷ്ടി. ആർ യു റെസ്റ്റിംഗ് ഇൻ ക്രൈസ്റ്റ് ഫിനിഷ്ഡ്? എനിക്ക് വേണ്ടി എനിക്ക് നിത്യജീവൻ ലഭിക്കാൻ വേണ്ടി ആവശ്യമുള്ളതെല്ലാം ക്രിസ്തു ചെയ്തു തീർത്തു എന്നുള്ള ഒരു സ്വസ്ഥത നമ്മൾ ഹൃദയത്തിൽ അനുഭവിക്കുന്നു. ടെറ്റ്ലസ്റ്റായി എന്നാണ് ആ വാക്ക്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് അവസാനം പറഞ്ഞൊരു വാക്ക് അല്ലേ? നിവൃത്തിയായി. ടെറ്റ്ലസ്റ്റായി. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതായത് ഒരു പെയിന്റർ മനോഹരമായി ചിത്രം പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിന് ആഴ്ചകളെടുത്തു, മാസങ്ങളെടുത്തു. പെയിന്റിങ് കഴിഞ്ഞപ്പോ അവസാനത്തെ സ്ട്രോക്കും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറി നിന്നേച്ചിങ്ങനെ മൊത്തം ഒന്ന് നോക്കും, എങ്ങനുണ്ട്, ഇനി ഒരു മാർക്കും ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയും, ടെറ്റ്ലസ്റ്റായി. ഇനി ഈ ചിത്രത്തിൽ ഒരു സ്ട്രോക്കിന്റെ ആവശ്യമില്ല, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. കാൽവരി ക്രൂശിൽ കർത്താവ് ചെയ്തതാണ്. ഇനി നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ളത് ഒന്നും അവശേഷിക്കുന്നില്ല. ചെയ്യേണ്ടതെല്ലാം ആര് ചെയ്തു തീർത്തു? ക്രിസ്തു ചെയ്തു തീർത്തു. നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് വിശ്വസിച്ചാൽ മതി, നമ്മളത് അംഗീകരിച്ചാൽ മതി, നമ്മളത് ഏറ്റെടുത്താൽ മതി. ജസ്റ്റ് റിസീവ് ദാറ്റ് ഗിഫ്റ്റ്, ജസ്റ്റ് അക്സെപ്റ്റ് ദാറ്റ് ഗിഫ്റ്റ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. റെസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് അല്ലേ? അയ്യോ, ഞാനിനി അതും കൂടെ ചെയ്താലാണോ സ്വർഗത്തിൽ പോകുള്ളൂ, ഇതും കൂടെ ചെയ്താലാണോ സ്വർഗത്തിൽ പോകുള്ളൂ, ഈ ഒരു ആവലാതി, അത് നമ്മളിൽ തന്നെയുള്ള ഒരു ആശ്രയമാണ്. നാം ദൈവവചനം പഠിപ്പിക്കുന്നത് നമ്മിലല്ല, ക്രിസ്തു ചെയ്തു തീർത്ത, ക്രിസ്തു പൂർത്തീകരിച്ച രക്ഷാകര പദ്ധതിയിലായിരിക്കണം നമ്മുടെ ആശ്രയം. കണ്ണുകളെ അടയ്ക്കാം. ആ കാൽവരി ക്രൂശിലേക്ക് ഒന്ന് നോക്കിയാൽ നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ ശിക്ഷകൾ ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ പാപത്തിന്റെ ശാപത്തെ ചുമന്നുകൊണ്ട് ക്രിസ്തു യാഗമായിരിക്കും. അവൻ അവസാനം പറയുന്ന വാക്യം, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നോ മോർ സ്ട്രോക്സ് റിക്വയർഡ്. ഇനി ഒരു ചെറിയ വര കൂടെ, എവിടെയെങ്കിലും ഒരു ചെറിയ പോളിഷും കൂടെ വേണ്ട. ചെയ്യേണ്ടുന്നതെല്ലാം ക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തു. ദൈവവരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കും. ആ കർത്താവിനെ മുറുകെ പിടിക്കാം, കർത്താവിനെ ആശ്രയിക്കാം.